ബീഫ് എടുത്തിട്ട് ഇതേപോലെ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്യണം. അതൊന്ന് വേവട്ടെ. അപ്പോൾ ഉള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും എടുക്കുക. നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തും അതും നന്നായിട്ട് ഇളക്കുക. ഈ സവാളയുടെ കളർ ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ടത്. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടാണിത്, മസാലക്കൂട്ടാണിത്. അത് ചൂടാക്കി വെച്ചതായിരുന്നു. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായിട്ടൊന്ന് ഒരു ഡാർക്ക് കളർ ആകണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെ ആക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ആദ്യമേ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല. ബീഫിൽ നെയ്യുള്ള ബീഫായതുകൊണ്ട് വെളിച്ചെണ്ണ അത്രയും മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ല് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച ഒരു തക്കാളി അത് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണ രീതിയിൽ വേണം തക്കാളി ഇരിക്കേണ്ടത്. എന്നിട്ട് അത് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കുക. നമ്മൾ ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ മൂടി വെക്കുക. ബീഫ് വേവിക്കാനിട്ടിട്ട് ഇതിൽ വെള്ളം വന്നേക്കണം നോക്കി. ഇത്രയും നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. മൂടി വെച്ച് അപ്പോൾ ആ വെള്ളം വീണ് തക്കാളി നന്നായിട്ട് വെന്ത് അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തെപ്പാടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി അടിക്കൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചേക്കണതും നന്നായിട്ട് അതിൽ നിന്ന് വിടിയിച്ച് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്കതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം. അതിൽ വന്നേക്കണം വെള്ളമൊക്കെ കുറുകി വരുമ്പോൾ ആ മസാല